റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസിന ബിറളില്ലാഹി തആല അമ്മാ ബഅദ്. ഇർഷാദുൽ ഇബാദ് 52ാമത്തെ സബക്കിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന പരമപ്രധാനമായ ഇബാദത്താകുന്ന നിസ്കാരം, ആ നിസ്കാരം കൊണ്ടുള്ള നേട്ടങ്ങൾ, നിസ്കാരത്തിൻ്റെ മഹത്വങ്ങൾ, സവിശേഷതകളൊക്കെയാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. നിസ്കാരം കൊണ്ടുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ധരിച്ച ഹദീസ് നാം ഇവിടെ വിശദീകരിച്ചു. ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടുക എന്നുള്ളത്, നിസ്കരിക്കുമ്പോൾ അവൻ്റെ ചെറുദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടമാണ്. നിസ്കാരം കൊണ്ടുണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന വലിയ നേട്ടമാണ്. ഈ ദോഷം നമുക്ക് ബാക്കിയാവുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് നാം പാത്രീഭൂതരാവുന്നത്. ഈ ദോഷം ബാക്കിയായതുകൊണ്ടാണ് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത്. ഈ ദോഷം ബാക്കിയാവുമ്പോഴാണ് നാം കൂടുതൽ അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത്. ഈ ദോഷം ബാക്കിയാവുമ്പോഴാണ് ഈമാനില്ലാതെ മരണപ്പെട്ടു പോകുന്നത്. ഈ ദോഷം ബാക്കിയായതിൻ്റെ പേരിലാണ് നന്മ തിന്മകൾ തൂക്കുമ്പോൾ തിന്മ വർദ്ധിച്ചതിൻ്റെ പേരിൽ നാം അവസാനം നരകത്തിലേക്ക് പോവേണ്ടി വരുന്നതും മനുഷ്യർ നരകത്തിലേക്ക് തള്ളിയിടപ്പെടുന്നതുമൊക്കെ ദോഷങ്ങൾ കൂടുമ്പോഴാണ്, ദോഷങ്ങൾ ബാക്കിയാവുന്നത് കൊണ്ടാണ്. ആ ദോഷങ്ങളെല്ലാം പൊറുപ്പിക്കാനുള്ള അമലാണ് നിസ്കാരം എന്ന് വെക്കുമ്പോൾ നമുക്ക് വലിയ നേട്ടങ്ങൾ ഭൗതികമായും ഉഖ്റവിയായും എല്ലാം വലിയ ലാഭങ്ങൾ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട അമലാണ് നിസ്കാരം. അതോടൊപ്പം നിസ്കാരത്തിൻ്റെ നിരവധി സവിശേഷതകൾ കിതാബുകളിലെമ്പാടും ഉടനീളം നമുക്ക് കാണാവുന്നതാണ്. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ തന്നെ തുടരുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദായ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു സവാജിറിൽ പറഞ്ഞ അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ടവരുടെ കിതാബ്, വൻകുറ്റങ്ങൾ പരിചയപ്പെടുത്തുന്ന കിതാബ്, ആ കിതാബിൽ ഉള്ളതായിട്ട് മഖ്ദൂം തങ്ങൾ ഉദ്ധരിക്കുകയാണ്. വഫി കിതാബി സവാ, ഞാൻ കിതാബിലേക്ക് കടക്കട്ടെ. വഫി കിതാബി സവാജിരി ശൈഖിന ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, നമ്മുടെ ഉസ്താദായ ശൈഖുന ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി, ബഹുമാനപ്പെട്ടവരുടെ അസ്സവാജിർ എന്ന കിതാബിലുണ്ട്. ഖാല ബഅദുഹും, പണ്ഡിതരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, വറദ ഫി ഹദീസിൻ, ഒരു ഹദീസിൽ വാരിദായിട്ടുണ്ട്, ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്താണ്? മൻ ഹാഫള അല സ്വലാത്തി, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും കൃത്യനിഷ്ഠ പാലിച്ചാൽ, അക്റമഹുല്ലാഹു ബിഖംസി ഖിസ്വാൽ, 5 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല അവനെ ആദരിക്കും. കൃത്യമായി നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ 5 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല അവനെ ബഹുമാനിക്കും. എന്താണ് 5 കാര്യങ്ങൾ? യർഫഉ അൻഹു ദീഖൽ ഐഷ്, ജീവിത പ്രാരാബ്ധം അല്ലാഹു തആല അവനെ തൊട്ട് ഉയർത്തും. ജീവിതത്തിന്റെ വിഷമങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു തആല സഹായിക്കും. പ്രാരാബ്ധങ്ങൾ അല്ലാഹു തആല ഉയർത്തിക്കളയും, നീക്കിക്കളയും. അല്ലേ? 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. കെട്ടിക്കാൻ 2ഉം 3ഉം മക്കളുണ്ടാവും, പുര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ. ജീവിതത്തിൽ പല അസുഖങ്ങളും വിഷമങ്ങളും ഒക്കെ തരണം ചെയ്യുന്നവരായിരിക്കാം. എന്നാലും അവർ സമാധാനികളാണ്, അവർ സമാധാനമുള്ളവരാണ്. ജീവിത പ്രാരാബ്ധങ്ങൾ, ജീവിതത്തിന്റെ ഇടുക്കങ്ങൾ അവരെ തൊട്ട് അല്ലാഹു തആല ഉയർത്തിക്കളയും. എന്തെല്ലാം വിഷമങ്ങൾ നമുക്ക് ലാഹിറിൽ തോന്നിയാലും, പ്രത്യക്ഷത്തിൽ അവരിൽ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ കണ്ടാലും മാനസികമായി അവർക്ക് ബാക്കി സാധാരണക്കാരെ പോലെ, നിസ്കരിക്കാത്ത സാധാരണക്കാര് ഉത്കണ്ഠപ്പെടുന്നത് പോലെ, വിഷമിക്കുന്നത് പോലെ അവർക്ക് മാനസികമായി അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ നിസ്കാരത്തിന്റെ ഒരു സവിശേഷതയാണത്. അല്ലാഹു തആല ജീവിതത്തിന്റെ ഇടുക്കം ഉയർത്തും. അപ്പൊ ക്രമേണ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീങ്ങി വരും, നിസ്കാരം കൃത്യതയോടെ പാലിക്കുന്നവരാണെങ്കിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? വഅദാബുൽ ഖബ്രി, ഖബറിന്റെ ആദാബിനെ അല്ലാഹു തആല ഉയർത്തിക്കളയും. ഖബറിൽ ഇടുക്കം ഉണ്ടാവുകയില്ല, ഖബറിൽ ആദാബ് ഉണ്ടാവുകയില്ല. വയുഅതിഹില്ലാഹു കിതാബഹു ബിയമീനിഹി, അല്ലാഹു തആല വലത് കൈയിൽ കിതാബ് കൊടുക്കും. വലത് കൈയിലോ ഇടത് കൈയിലോ കിതാബ് എന്ന് ഉത്കണ്ഠയോടുകൂടി, ആകാംക്ഷയോടുകൂടി മനുഷ്യൻ നോക്കി നിൽക്കുന്ന സമയത്ത് മുൻഭാഗത്തു കൂടി തന്നെ മലായികത്ത് വന്ന് വലത് കൈയിൽ കിതാബ് കൊടുക്കുന്ന
അതിമഹത്തായ അനുഗ്രഹം അല്ലാഹു തആല അവനിക്ക് നൽകും കൃത്യമായി നിസ്കരിക്കുന്നവർക്ക്. അത് വിജയിച്ചവരുടെ ലക്ഷണമാണ്. വലത് കയ്യിൽ കിതാബ് കിട്ടി അവൻ വിജയിച്ചവനാണ്, അവൻ സ്വർഗാവകാശിയാണ്. അതുപോലെ തന്നെ വയമുറു അല സിറാത്തി, സിറാത്ത് പാലത്തിലൂടെ അവൻ വിട്ടുകിടക്കും. കൽ ബർഖി, മിന്നൽ പിണർ പോലെ അവൻ എന്താവും സിറാത്ത് പാലത്തിലൂടെ അതിവേഗതയിൽ അവൻ വിട്ടുകിടക്കും. കൊല്ലങ്ങളോളം കാലങ്ങളോളം നടന്നാലും തീരാത്ത അതിദീർഘമായ സിറാത്ത് പാലം. ആ സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ വിട്ടുകടന്നാൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താണുള്ളത്? മഹാന്മാര് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, മിന്നൽ വേഗത്തിൽ പ്രകാശവേഗതയിൽ വിട്ടുകിടക്കുക. പ്രകാശവേഗതയിൽ വിട്ടുകടന്നാൽ പോലും ഏതാണ്ട് 40 മിനിറ്റോളം സഞ്ചരിച്ചാലേ സിറാത്ത് പാലം വിട്ടുകിടക്കാൻ സാധിക്കുകയുള്ളൂ. 500 കൊല്ലത്തോളം കയറ്റവും ഇറക്കവും സമനിരപ്പായ സ്ഥലവും എല്ലാം ഉള്ള വളരെ ദീർഘമായ പാലമാണ് സിറാത്ത് പാലം. അത് വിശദീകരിക്കാനുള്ള സമയമല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഏതായാലും നാം ഉറച്ചു വിശ്വസിക്കേണ്ടുന്ന, നാം എല്ലാം ഭയപ്പാടോടെ കാത്തിരിക്കുന്ന സിറാത്ത് പാലം വിട്ടുകിടക്കണമെന്ന് മുഅ്മിനീങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന വിഷയമാണ്. അപ്പോൾ അത് വളരെ മിന്നൽ വേഗത്തിൽ പ്രകാശവേഗതയിൽ ഇവനിക്ക് വിട്ടുകിടക്കാൻ സാധിക്കും. വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബ് ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാനും അവനിക്ക് കഴിയും. ഹിസാബില്ലാതെ, ചോദ്യമില്ലാതെ, കുഴപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന വിചാരണയില്ലാതെ അവനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകും. ഇങ്ങനെ 5 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല അവനെ ആദരിക്കും. അതേസമയം നിസ്കാരത്തെ അവഗണിക്കുന്നവനായാലോ, വമൻ തഹാവന അനി സ്വലാത്തി, നിസ്കാരത്തെ ആരെങ്കിലും നിസ്സാരമാക്കുകയാണെങ്കിൽ ആഖബഹുല്ലാഹു ബി 15 ഉഖൂബ, 15 ശിക്ഷകളെ കൊണ്ട് അല്ലാഹു തആല അവനെ നേരിടുന്നതാണ്. 15 ശിക്ഷകൾ നൽകുന്നതാണ്. 5 ഫി ദുനിയ, 5 ശിക്ഷകൾ ദുനിയാവിലാണ്. 3 ഇൻദൽ മൗത്ത്, 3 ശിക്ഷകൾ അത് മരണസമയത്താണ്. 3 ഫി ഖബ്രിഹി, 3 ശിക്ഷകൾ അത് അവന്റെ ഖബർ ജീവിതത്തിലാണ്. 3 ഇൻദ ഖുറൂജിഹി മിനൽ ഖബ്ർ, 3 ശിക്ഷകൾ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്താണ്, പുനർജന്മ നാളിലാണ്. ഏതൊക്കെയാണ് ആ 15 ശിക്ഷകൾ? ഫഅമ്മൽ ലവാതി ഫി ദുനിയ, അപ്പോൾ ദുനിയാവിൽ നൽകപ്പെടുന്ന ശിക്ഷകൾ. ഫൽ ഊലാ, ഒന്നാമത്തേത് യുൻസഉൽ ബറകതു മിൻ ഉംരിഹി, അവന്റെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടുന്നതാണ്, ബറക്കത്ത് ഊരപ്പെടുന്നതാണ്. അല്ലാഹു തആല അവന്റെ ജീവിതത്തിലുള്ള ബറക്കത്ത് ഊരിക്കളയും. അവന്റെ ആയുസ്സിലുള്ള ബറക്കത്ത്, ഒരുപാട് സമയം അവനിക്ക് ലഭിച്ചിട്ടുണ്ടാവും, ഒരുപാട് കാലം അവൻ ജീവിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിലൊന്നും വേണ്ടത്ര അമലുകൾ ചെയ്യാൻ, നല്ല ഹസനാത്തുകൾ വർദ്ധിപ്പിക്കാൻ അവനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. ബറക്കത്ത് ഊരിക്കളയും. ഒന്നുകിൽ അവൻ പെട്ടെന്ന് മരണപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി എത്ര കാലം ജീവിച്ചാലും അതുകൊണ്ടും എന്തില്ല, നേട്ടമുണ്ടാവാത്ത, ബറക്കത്തില്ലാത്ത ഒരു ജീവിതമായി അവനിക്ക് മാറും. എല്ലാ മേഖലയിലുമുള്ള ബറക്കത്ത്, അവൻ്റെ ആയുസ്സിലുള്ള ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അവനിക്ക് ഹസനാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. നന്മകൾ അവൻ്റെ ഏടുകളിൽ ഉണ്ടാവുകയില്ല. ജീവിതം കുറേ കാലം ഉണ്ടായിട്ടുണ്ട്, 10-60 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും എന്തില്ല, 50-60 കൊല്ലം ജീവിച്ചാലും പക്ഷേ കേവലം പ്രായപൂർത്തിക്ക് ശേഷം ഒരു 5-6 കൊല്ലം ജീവിച്ചവൻ്റെ ബറക്കത്ത് കൂടി ചിലപ്പോൾ ആ ഹസനത്തുകൾ കൂടി 60 കൊല്ലം ജീവിച്ചിട്ടും ഇവനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുകയില്ല. അപ്പോൾ ജീവിതത്തിൽ ബറക്കത്ത് ഊരപ്പെടും. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. പിന്നെ അവസാനിയ പല വിശദീകരണങ്ങളും അതിന് മുഹദ്ദിസുകൾ നൽകുന്നുണ്ടാവാം. നേരെ ലാഹിറായ അർത്ഥം മാത്രമാണ് ഇപ്പോൾ വെക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ ബറക്കത്ത് ഊരപ്പെടുക എന്ന് പറയുന്ന ആശയത്തിനിക്ക് പല വിശദീകരണങ്ങളും മറ്റ് ഹദീസുകളിലൊക്കെ നൽകപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. വസാനിയത്തു, രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ശിക്ഷ, യുംഹാ സീമാ സ്വാലിഹീന മിൻ വജ്ഹിഹി, അവൻ്റെ മുഖത്തിൽ നിന്ന് സ്വാലിഹീങ്ങളുടെ അടയാളം മായ്ക്കപ്പെടും. സ്വാലിഹീങ്ങളുടെ ലക്ഷണം, മുഖത്തിനുണ്ടാകുന്ന ഒരു പ്രഭ, കണ്ടാൽ തന്നെ ഒരു മുസ്ലിമാന്നുള്ളൊരു തോന്നൽ അല്ലേ? നിസ്കരിക്കുന്നവർക്ക് അത് പ്രത്യേകം ഉണ്ടാവും. നിസ്കരിക്കുന്നവരെ കണ്ടാൽ മനസ്സിലാവും.
അത് ആർക്ക്? സ്വാലിഹ്യങ്ങൾക്ക് മനസ്സിലാവും. നല്ല ജനങ്ങൾക്ക് നിസ്കരിക്കുന്നവരെ കണ്ടാലും നിസ്കരിക്കാത്തവരെ കണ്ടാലും തിരിയും. അപ്പോൾ അവന്റെ മുഖത്തുണ്ടാവുന്ന നല്ലൊരു മുഖലക്ഷണം, സ്വാലിഹ്യങ്ങളുടെ ലക്ഷണം, അത് ഈ നിസ്കരിക്കാത്ത വ്യക്തിക്ക് ഉണ്ടാവൂല. സ്വാലിഹ്യങ്ങളുടെ അടയാളം അവന്റെ മുഖത്ത് നിന്ന് നീക്കപ്പെടും. വസാലിസത്തു, മൂന്നാമത്തെ ശിക്ഷ, ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷ, കുല്ലു അമലി യഅമലുഹു ലാ യുജിറുഹു അല്ലാഹു അലൈഹി, അവൻ ഏത് അമൽ ചെയ്താലും അല്ലാഹു തആല അതിന് കൂലി കൊടുക്കൂല. എന്ത് അമൽ, നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് താരിഖു സ്വലാത്തായി നടന്നിട്ട് ഇനി എന്ത് അമൽ ചെയ്താലും അല്ലാഹു തആല അതിന് പ്രതിഫലം നൽകുകയില്ല. വറാബിഅത്തു, നാലാമത്തെ ശിക്ഷ, ലാ യുർഫഉ ലഹു ദുആഉൻ ഇലസ്സമാ, അവന്റെ ഒരൊറ്റ ദുആഉം ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരു ദുആഉം അല്ലാഹു തആല സ്വീകരിക്കുന്നതല്ല. വൽ ഖാമിസത്തു, അഞ്ചാമത്തെ ശിക്ഷ, ലൈസ ലഹു ഹല്ലുൻ ഫീ ദുആഇ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ദുആഇൽ അവനിക്ക് ഇടം ലഭിക്കുന്നതല്ല. സ്വാലിഹീങ്ങൾ മുഅ്മിനീങ്ങൾക്കൊക്കെ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നൊക്കെ പറഞ്ഞു ദുആ ചെയ്യുമല്ലോ, ആ ദുആഇൽ ഇവൻ ഉൾപ്പെടുകയില്ല. ഇങ്ങനെ 5 ശിക്ഷകൾ ദുനിയാവിൽ വെച്ച് തന്നെ അവൻ നേരിടേണ്ടി വരുന്നു. വഅമ്മല്ലതി തുസ്വീബുഹു ഇൻദൽ മൗത്ത്, മരണസമയത്ത് അവൻ അനുഭവിക്കേണ്ടുന്ന 3 ശിക്ഷകൾ ഏതൊക്കെയാണ്? ഫൽ ഊല അന്നഹു യമൂതു ദലീലൻ, അവൻ നിന്ദ്യനായി മരണപ്പെടും. നിസ്കരിക്കാത്തവൻ നിന്ദ്യനായി മരണപ്പെടും. ആർക്കും ഒരു ദുഃഖം തോന്നാത്ത, അവൻ പോയതിൽ ആർക്കും നഷ്ടം സംഭവിക്കാത്ത, എല്ലാവരും പിന്നെ ഇത് പോയി കിട്ടിയതിൽ തർക്കമില്ല എന്ന് പറയപ്പെടുന്ന രൂപത്തിൽ നിന്ദ്യനായിക്കൊണ്ട്, നിസ്സാരനായിക്കൊണ്ട് അവൻ മരണപ്പെടും. ചിലപ്പോൾ അവന്റെ മരണം തന്നെ ദുർമരണങ്ങളായിരിക്കാം, എന്തെങ്കിലും അപകട മരണങ്ങളായിരിക്കാം. ഇനി നേർക്കുനേരെ അങ്ങനെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടൊന്നും അല്ലെങ്കിലും അവൻ മരണപ്പെട്ടതിന്റെ പേരിൽ ആർക്കും, മുഅ്മിനീങ്ങൾക്ക് ആർക്കും വിഷമമുണ്ടാവില്ല. അവൻ വെറും നിന്ദ്യനായി, നിസ്സാരനായി മരണപ്പെടും. വസാനിയത്തു, രണ്ടാമത്തേത്, യമൂതു ജായിഅൻ, വിശന്നവനായി മരണപ്പെടും. വല്ലാത്ത വിശപ്പ്, കഠിനമായ വിശപ്പ്, ഇതായിരിക്കും മരണപ്പെടുന്ന സമയത്ത് അവന്റെ ഫീലിംഗ്. വസാലിസത്തു, മൂന്നാമത്തെ കാര്യം, യമൂതു അത്ഷാൻ, ദാഹിക്കുന്നവനായും മരണപ്പെടും. എത്രത്തോളം? കഠിനമായ ദാഹം. വലൗ സുഖിയ ബിഹാറുദ് ദുനിയ മാ റവിയ മിൻ അത്ഷിഹി, ദുനിയാവിലെ കടൽ വെള്ളം മുഴുവൻ, ദുനിയാവിലെ സമുദ്രങ്ങളിലെ ജലം മുഴുവൻ കുടിപ്പിക്കപ്പെട്ടാലും അവന്റെ ദാഹത്തിന് അറുതി ഉണ്ടാവുകയില്ല, അവന്റെ ദാഹം തീരുകയില്ല. ആ രൂപത്തിൽ അവൻ ദാഹിച്ചു വലഞ്ഞവനായിട്ട് മരണപ്പെടും. അപ്പോ വെള്ളം കൊടുത്തോണ്ട് കാര്യമില്ല, ഇനി വെള്ളത്തിൽ തന്നെ മുങ്ങി മരിച്ചോണ്ടും കാര്യമില്ല. ഈ ദുനിയാവിലെ കടലുള്ള വെള്ളം മുഴുവനും കുടിപ്പിക്കപ്പെട്ടാലും മാറാത്തൊരു തരം പ്രത്യേക ദാഹമാണ് അവനിക്ക് അനുഭവപ്പെടുക. അങ്ങനെ ദുനിയാവിൽ കിട്ടുന്ന, മരണസമയത്ത് കിട്ടുന്ന 3 ശിക്ഷകൾ ഇതാണ്. ഇനി വഅമ്മല്ലതി തുസീബുഹു ഫി ഖബരിഹി, അവന്റെ ഖബർ ജീവിതത്തിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന 3 ശിക്ഷകൾ. ഫൽ ഊല യുളയ്യഖു അലൈഹിൽ ഖബറു, ഖബർ അവന്റെ മേൽ ഇടുക്കപ്പെടും. ഹത്താ തഖ്തലിഫ അദ്ലാഉഹു, അവന്റെ വാരിയെല്ലുകൾ പരസ്പരം കോർക്കപ്പെടുന്ന രൂപത്തിൽ അവന്റെ ഖബർ ഇടുങ്ങുന്നതായും, അവന്റെ ഖബർ അവന്റെ മേൽ ഇടുക്കപ്പെടുന്നതാണ്. വസാനിയത്തു, രണ്ടാമത്തെ കാര്യം, യൂഖദു അലൈഹിൽ ഖബറു, രണ്ടാമത്തെ ശിക്ഷ, ഖബറിൽ കത്തിക്കപ്പെടും. നാറൻ, തീയുണ്ടാകും, തീ കത്തിക്കപ്പെടും. യതഖല്ലബു അലൽ ജംരി ലൈലൻ ഔ വനഹാറ, രാവും പകലും കനൽ കട്ടയുടെ മേൽ അവൻ എരിപൊരികൊള്ളുന്ന രൂപത്തിൽ ഈ തീ കട്ടയുടെ മേൽ ഇവൻ ആളിക്കത്തുന്ന കനൽ കട്ടയുടെ മേൽ ഇവൻ പുളഞ്ഞു പോകുന്ന രൂപത്തിൽ ഖബറിൽ അവനിക്ക് തീ കൊണ്ടുള്ള ശിക്ഷയുണ്ടാകും. വസാലിസത്തു, മൂന്നാമത്തെ ശിക്ഷ, യുസല്ലത്തു അലൈഹി ഫി ഖബ്രിഹി സുഅബാൻ, അവന്റെ ഖബറിൽ ഒരു പാമ്പിനെ നിയോഗിക്കപ്പെടും. ഇസ്മുഹു അശ്ശുജാഉൽ അഖ്റ, വെറും പാമ്പല്ല, ആ പാമ്പിന് പ്രത്യേക പേരുമുണ്ട്. അശ്ശുജാഉൽ അഖ്റ എന്ന് നാമകരണം ചെയ്യപ്പെട്ട, അങ്ങനെ പേരുള്ളൊരു പാമ്പ്, ഒരു സർപ്പം. ഐനാഹു മിന്നാർ, അതിന്റെ 2 കണ്ണുകളും തീയാലുള്ളതാണ്. വഅൽഫാറുഹു മിൻ ഹദീദ്, അതിന്റെ നഖങ്ങൾ ഇരുമ്പിനാലുള്ളതാണ്. അപ്പോ തീ കണ്ണുകളുള്ള,
ഇരുമ്പിൻ്റെ നഖങ്ങളുള്ള ഷുജാഉൽ അഖ്റ എന്ന പേരുള്ള സർപ്പം, ഇരുമ്പിൻ്റെ നഖങ്ങൾ, കുല്ലു ദുഫിരിൻ മസീറത്തു യൗമിൻ, ഓരോ നഖത്തിനും ഒരു ദിവസത്തെ വഴിദൂരം, ഒരു ദിവസം സഞ്ചരിച്ചാൽ ഉണ്ടാകുന്ന അത്രയും വഴിദൂരമുള്ള നഖത്തിൻ്റെ നീളം, നഖം ആഴ്ന്നിറങ്ങാൻ മാത്രമുള്ള കൂർത്ത നഖം, യുക്കല്ലിമുൽ മയ്യിത്ത, അത് മയ്യത്തിനോട് സംസാരിക്കും. ഈ ഖബറിലുള്ള ഖബറാളിയോട് ആ സർപ്പം സംസാരിക്കും. ഫയഖൂലു, ആ പാമ്പ് പറയും, അന ശുജാഉൽ അഖ്റ, ഞാൻ ശുജാഉൽ അഖ്റ ആണ് എന്ന് പറയും. വസൗതുഹു മിസ്ലുർ റഅദിൽ ഖാസിഫ്, അതിൻ്റെ ശബ്ദം ഇടിമുഴക്കം പോലെയാണ്, ഇടിമുഴങ്ങുന്ന ശബ്ദത്തിലാണ് അത് സംസാരിക്കുന്നത്. അത്രയും കടുത്ത ശബ്ദത്തിൽ അത് പറയുകയാണ്, ഞാൻ ശുജാഉൽ അഖ്റ ആണ്. യഖൂലു, ആ പാമ്പ് തുടരുന്നു, സംസാരിക്കുന്നു. അമറനില്ലാഹു, അല്ലാഹു തആല എന്നെ നിയോഗിച്ചിരിക്കുകയാണ്, കൽപ്പിച്ചിരിക്കുകയാണ് എന്നോട്, അൻ അദ്രിബക അലാ തളീഇ സ്വലാത്തി സുബ്ഹി ഇലാ തുലൂഇ ശംസ്, നീ സുബ്ഹ് നിസ്കരിക്കാറില്ല, അതുകൊണ്ട് സുബ്ഹ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം നിന്നെ ആ സുബ്ഹ് നിസ്കാരം പാഴാക്കിയതിൻ്റെ പേരിൽ, അലാ തളീഇ സ്വലാത്തി സുബ്ഹി ഇലാ തുലൂഇ ശംസ്, സുബ്ഹ് നിസ്കാരം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം നീ പാഴാക്കിയതിൻ്റെ പേരിൽ എന്നെ നിന്നെ ഖടിക്കാൻ വേണ്ടി, അൻ അദ്രിബക, നിന്നെ കൊത്താൻ വേണ്ടി എന്നെ നിയോഗിച്ചിരിക്കുകയാണ്, എന്നോട് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുകയാണ്. വ അദ്രിബക അലാ തളീഇ സ്വലാത്തി ളുഹ്രി ഇലൽ അസ്ർ, ളുഹർ നിസ്കാരം അസ്ർ വരെ ബന്ധിച്ചതിൻ്റെ പേരിൽ, പാഴാക്കിയതിൻ്റെ പേരിൽ നിന്നെ ഖടിക്കാൻ വേണ്ടി, നിന്നെ കൊത്താൻ വേണ്ടി അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. വ അദ്രിബക അലാ തളീഇ സ്വലാത്തുൽ അസ്ർ ഇലൽ മഗ്രിബ്, സ്വലാത്ത് അസ്ർ നിസ്കാരം മഗ്രിബ് വരെ പാഴാക്കിയതിൻ്റെ പേരിൽ നിന്നെ കൊത്താൻ വേണ്ടി, നിന്നെ അടിക്കാൻ വേണ്ടി അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വ അദ്രിബക അലാ തളീഇ സ്വലാത്തുൽ മഗ്രിബി ഇലൽ ഇശാ, അതുപോലെ തന്നെ മഗ്രിബ് നിസ്കാരം ഇശാ വരെ പാഴാക്കിയതിൻ്റെ പേരിലും. വ അദ്രിബക അലാ തളീഇ സ്വലാത്തുൽ ഇശാ ഇലൽ ഫജ്ർ, ഇശാ നിസ്കാരം സുബ്ഹി വരെ പാഴാക്കിയതിൻ്റെ പേരിലുമൊക്കെ നിന്നെ എൻ്റെ നഖങ്ങളെ കൊണ്ട്, അതുപോലെ തന്നെ എൻ്റെ പല്ലുകളെ കൊണ്ട് ഒക്കെ നിന്നെ പ്രയാസപ്പെടുത്താൻ, നിന്നെ ശിക്ഷിക്കാൻ അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുകയാണ്. ഫകുല്ലമാ ദറബഹു ദർബത്തൻ, അത് ഓരോ കൊത്തുമ്പോഴും യഗൂസു ഫിൽ അർളി 70 ദിറാ, ഇവൻ 7-ാം ഭൂമിക്കടിയിലെ വരെ, ഭൂമിയിൽ 70 മുഴം താഴോട്ട്, 7-ാം ഭൂമിക്കടിയിൽ എന്നല്ല, 70 മുഴം താഴോട്ട് ഭൂമിയിൽ ഇവൻ ആപതിക്കുകയാണ്, മുങ്ങിപ്പോവുകയാണ്. ഫലാ യസാലു ഫിൽ അർളി മുഅദ്ദബൻ ഇലാ യൗമിൽ ഖിയാമ, ആ ഖബറിൽ വെച്ച് ഈ തരത്തിലുള്ള ശിക്ഷ അവനിക്ക് ഖിയാമത്ത് നാളെടുക്കുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. വഅമ്മല്ലതി തുസീബുഹു ഇൻദൽ ഖുറൂജ് മിനൽ ഖബർ, ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് ഇവൻ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ, ഫി മൗഖിഫിൽ ഖിയാമ, ഖിയാമത്ത് നാൾ ആഗതമായി കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ നിൽക്കുന്ന സമയത്ത്, ഫഷിദ്ദത്തുൽ ഹിസാബ്, അതിശക്തമായ വിചാരണയാണ്, അതിശക്തമായ വിചാരണ, നിർത്തിപ്പൊരിച്ചുള്ള ചോദ്യം, ഓരോ കാര്യത്തെക്കുറിച്ചും വിചാരണ നേരിടേണ്ടി വരും. വസഖത്തുർ റബ്ബ്, രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കോപം ഇവനിക്ക് നേരിടേണ്ടി വരും. വദുഖൂലുന്നാർ, നരകപ്രവേശമാണ് മൂന്നാമതായി കിട്ടുന്ന ശിക്ഷ. അങ്ങനെ 3 ശിക്ഷകൾ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവനിക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അവസാനം അവൻ നരകത്തിലേക്ക് ആപതിക്കുന്നു. ഇങ്ങനെ നിസ്കാരം ഉപേക്ഷിച്ചവർക്ക് ദുനിയാവിലും മരണസമയത്തും ഖബർ ജീവിതത്തിന് ശേഷവും 15 ശിക്ഷകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഹദീസിലുണ്ട്. അത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തന്റെ സവാജിർ എന്ന കിതാബിൽ ഉദ്ധരിക്കുകയാണ്. വഫി റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ,
അവൻ ഖിയാമത്ത് നാളിൽ വരും. വഅലാ വജ്ഹിഹി സലാസത്തു അസ്തുർ, അവൻ്റെ മുഖത്ത് 3 എഴുത്തുണ്ടാകും, 3 ലൈൻ, 3 വരയിൽ എഴുതിയിരിക്കുകയാണ്. എന്താണ്? മക്തൂബാത്തിൻ, എഴുതപ്പെട്ട 3 വരകൾ. അസ്സത്റുൽ അവ്വൽ, ഒന്നാമത്തെ ലൈൻ എന്താണ്? യാ മുളയ്യ ഹഖില്ല, അള്ളാഹുവിൻ്റെ ഹക്ക് പാഴാക്കിയവനെ എന്നവിടെ അവൻ്റെ നെറ്റിയിൽ രേഖപ്പെടുത്തിയിരിക്കും, അവൻ്റെ മുഖത്ത് രേഖപ്പെടുത്തിയിരിക്കും, അള്ളാഹുവിൻ്റെ ഹക്ക് പാഴാക്കിയവൻ. അസത്രുസാനി, രണ്ടാമത്തെ ലൈനിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? യാ മഖ്സൂസൻ ബിഗളബില്ല, അള്ളാഹുവിൻ്റെ കോപത്തിന് പ്രത്യേകമായവൻ. വസത്രുസാലിസ്, മൂന്നാമത്തെ ലൈനിൽ എഴുതിയിരിക്കുന്നത് ലയ്യഅകല്ലാഹു കമാ ലയ്യഅത ഫിദ്ദുനിയ ഹഖല്ലാഹ്, ദുനിയാവിൽ നീ അള്ളാഹുവിൻ്റെ ഹക്ക് പാഴാക്കിയതുപോലെ, അള്ളാഹുവിനോടുള്ള ബാധ്യത പാഴാക്കിയതുപോലെ അള്ളാഹു നിന്നെയും പാഴാക്കി കളയട്ടെ എന്ന് മൂന്നാമത്തെ ലൈനിലും എഴുതിക്കൊണ്ട് മുഖത്തങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് പരലോകത്ത് അവൻ ഹാജരാവുക എന്ന് മറ്റൊരു ഹദീസിന്റെ റിപ്പോർട്ടിൽ കാണാം. അതുകൊണ്ട് ഫആയിസിൽ യൗമ അൻത മിർ റഹ്മത്തില്ല, മൂന്നാമത്തെ ലൈനിൽ ബാക്കി. അതുകൊണ്ട് ഇന്ന് നീ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശനായിക്കൊള്ളുക എന്ന് പറയുന്ന ലൈൻ. വറുവിയ ഇൻഷാ അല്ലാഹ് അടുക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അല്ലാഹു തആല നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.